ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നാടൻ ബീഫ് തേങ്ങാക്കൊത്ത് ഉലർത്താണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എല്ലില്ലാത്ത ബീഫാണ്. ബീഫിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഇതിനായിട്ട് ഉപ്പ്, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ തിരുമ്മി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുള്ള ബീഫിനെ ഉലർത്തിയെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പെരിഞ്ചീരകം, സവാള, തേങ്ങാക്കൊത്ത് ചേർത്ത് വഴറ്റാം. ഇതിന്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊച്ചുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ മുരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒന്ന് മുരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർക്കാം. കൂടെ തന്നെ 3-4 പച്ചമുളക് കൂടി ചേർത്തിട്ട് നല്ലപോലെ വരട്ടിയെടുക്കണം. നല്ല മുരിഞ്ഞ പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് തേങ്ങാക്കൊത്തുലർത്ത് ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോ കണ്ടിട്ട് ഒന്ന്